Nios October 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, NIOS ഒക്ടോബർ നവംബർ 2023 പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് പ്ലസ് 2 എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ പരീക്ഷ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇരിക്കായിരുന്നു ഇത്രയും കാലം. പക്ഷെ പരീക്ഷ ഇപ്പൊ വന്നു. നാളെ രാവിലെ പോകണം അല്ലെ, നാളെ എക്സാമിന് പോകണം. അപ്പൊ മക്കളെ, നാളെ തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് പേടിയാണ്. എങ്ങനെയാണ് ഈ എക്സാം? ഇതിപ്പോ ഭയങ്കര സംഭവം. അപ്പൊ നമ്മൾ എക്സാം എന്താന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്താം. മാത്രമല്ല, ഈ എക്സാം എങ്ങനെ എഴുതണം, എങ്ങനെ എക്സാമിന് മാർക്ക് നേടാം, ഈ എക്സാം നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS എക്സാമിന് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നോ ഫിയർ വേണ്ട മക്കളെ, പേടി വേണ്ട. ഈ NIOS എക്സാമിന് നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോൺഫിഡൻസ്, രണ്ട് കോൺസെൻട്രേഷൻ. 2 കോക്കോ മാത്രം മതി മക്കളെ ഈ പരീക്ഷ പാസ്സാവാന്. അപ്പൊ എന്താണ് ഈ കോക്കോ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. കോൺഫിഡൻസും കോൺസെൻട്രേഷനും നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് പഠിക്കാനാണ് സമയമില്ലാത്തത്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കണം. അത് മാത്രമല്ല, ഈ കോൺസെൻട്രേഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കൂടുതൽ കോൺസെൻട്രേഷന്റെ ആവശ്യമില്ല. നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയാണ് പോവുക, നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുക. സോ ദാറ്റ്സ് വി ആർ പ്ലാനിങ് നൗ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്യുന്നത് നാളെ തൊട്ടുള്ള നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷ എങ്ങനെ നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കോൺഫിഡൻസ്. ഒരു കാരണവശാലും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? എന്റെ വിദ്യാർത്ഥികളാണ്. യു ആർ മൈ സ്റ്റുഡൻസ്. സോ ഐ ഗൈഡ് യു, ഐ ഗിവ് യു ഓൾ ദ ഗൈഡൻസ്. എല്ലാ പാത്വേയും അറിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് അല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്തിനാ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയേണ്ട ആവശ്യം? ഒരുപാട് കുട്ടികളുണ്ടാവും നിങ്ങളുടെ സെന്റർ, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സെന്ററിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. ചിലപ്പോൾ അവരൊന്നും നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ ഒരു കൂട്ടായ്മയിൽ ആവില്ല. സോ അവര് പേടിക്കുണ്ടാവും. പക്ഷെ അവരെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഇത് എളുപ്പമാണ് മക്കളെ, ഇതൊരു ടഫ്നെസ്സും ഇതിലില്ല. സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എടുക്കാം, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ ആണ് NIOS. ബട്ട് ദിസ് ഫോർമാലിറ്റീസ്, ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ എടുക്കും. സോ മക്കളെ, നോ ഫിയർ, ഗെറ്റ് പാസ്ഡ്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിജയിക്കണം. നിങ്ങൾ ഗെറ്റ് പാസ്ഡ്, നിങ്ങൾ പാസ് ആവണം എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ എക്സാമിന് പോകുമ്പോൾ ഫസ്റ്റ് രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ടൈം അവർ അലോട്ട് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ആ ടൈം നിങ്ങൾ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റഡ് ആണോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു റെക്കോർഡ് ബുക്കിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളത്. ഒരു സ്റ്റഡി സെന്ററിൽ മുൻകൂട്ടി പോയി PCP അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര എക്സ്പെരിമെന്റ്സ് എഴുതണം, ഇതെല്ലാം എഴുതിയിട്ട് വന്നാൽ മതി. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതാം, നിങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ ചോദിച്ചിട്ട് ഏതെങ്കിലും എഴുതിയാൽ മതി. സോ നിങ്ങളൊരു 10 എക്സ്പെരിമെന്റ് അവിടെ എഴുതിയിട്ടുണ്ടാവും. എന്ത് ചെയ്താലും എഴുതിയിട്ടുണ്ടോ നോക്കുക, റെക്കോർഡ് ബുക്ക് ഉണ്ടോ, അത് എഴുതിയിട്ടുണ്ടോ. ഈ 2 കാര്യങ്ങൾ ആദ്യം ചെയ്യുക, അതാണ് ഏറ്റവും മാൻഡേറ്ററി. ഓക്കെ, അപ്പൊ റെക്കോർഡ് ബുക്ക് കിട്ടി, റെക്കോർഡ് ബുക്ക് റെഡിയാണ്. അതിൽ ഫസ്റ്റ് പേജിൽ നമ്മൾ പേരും എൻറോൾമെന്റ് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തിട്ടുണ്ടാവും. ആ ഫസ്റ്റ് പേജ് ആണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു സൈൻ ചെയ്ത് സീൽ ചെയ്ത് വെക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ആ റെക്കോർഡ് ബുക്ക് വൃത്തിയിലും നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ എഴുതി. അതിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും റെഡിയാ, സെറ്റാണ് അല്ലെ? റെക്കോർഡ് ബുക്ക് എഴുതാത്തവരൊന്നും ഇപ്പോൾ ആരും ഇല്ലല്ലോ, എല്ലാവരും എഴുതി, എല്ലാം റെഡിയാണ്. അതല്ല നമുക്ക് പറയേണ്ടത്, നമുക്കറിയേണ്ടത് നാളത്തെ എക്സാം ഇപ്പൊ എങ്ങനെ ആയിരിക്കും. പേടിയാണ് സാറേ, എന്താ ചെയ്യുക? ആ ഒരു കാര്യത്തിലോട്ട് നമ്മൾ വരുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഈ റെക്കോർഡ് ബുക്കിന്റെ കൂടെ കൊണ്ടുപോകേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ്. വാട്ട് ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ട എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഡോക്യുമെന്റ്സ്? വാട്ട് ഡോക്യുമെന്റ്സ് വി ഷുഡ് ക്യാരി? ഡോക്യുമെന്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ടുമാറോസ് എക്സാം. നാളത്തെ പരീക്ഷയ്ക്ക്, നാളെ തൊട്ടുള്ള പരീക്ഷയ്ക്ക്, നാളെ മുതൽ തുടങ്ങുന്ന പരീക്ഷയ്ക്ക്, ഈ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ്, ഒന്ന് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക്. ഇത് നോട്ട് ചെയ്യുക. റെക്കോർഡ് ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വൊക്കേഷണലൊക്കെ പോലത്തെ സബ്ജക്റ്റുകൾക്ക് റെക്കോർഡ് ബുക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞിരുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പ്രോപ്പർ ഡയറക്ഷനിൽ തന്നെ പോവുക. ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. സോ റെക്കോർഡ് ബുക്കാണ് മക്കളെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ മാർക്കുകൾക്ക് ലഭിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. സോ റെക്കോർഡ് ബുക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു നാളത്തെ എക്സാമിന് മാൻഡറ്ററി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്തെന്താ? നിങ്ങളുടെ NIOS ഐഡന്റിറ്റി കാർഡ്, രജിസ്റ്റേർഡ് എൻറോൾമെന്റ് നമ്പറുള്ള NIOSന്റെ ഐഡന്റിറ്റി കാർഡ്.
ഇത് നിർബന്ധമാണ്. നിങ്ങളുടെ NIOSന്റെ ID കാർഡ് പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോവുക. NIOSന്റെ ID കാർഡ് എല്ലാം അപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ സൈറ്റ് കയറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ID കാർഡ് നാളെ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ലാമിനേറ്റ് ചെയ്ത് ID കാർഡ് ആക്കിയിട്ടില്ലെങ്കിൽ വേണ്ടില്ല, നിങ്ങൾ അതൊരു പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ടെങ്കിലും കൊണ്ടുപോകണം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ NIOS ID കാർഡ് അത് മാത്രം മതിയോ? അത് മാത്രം പോരാ, അതിന്റെ കൂടെ നമ്മളൊരു വാലിഡ് ഐഡന്റിറ്റി പ്രൂഫ്. ഇത് NIOSന്റെതല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത്, നമ്മൾ NIOS രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മളൊരു ആധാർ കാർഡോ അതല്ലെങ്കിൽ പാസ്പോർട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രേഖകൾ, നമ്മൾ ഏത് രേഖകളാണോ നമ്മൾ ID പ്രൂഫ് തിരിച്ചറിയൽ രേഖയായിട്ട് കൊടുത്തിട്ടുള്ളത് ആ ID പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, സോ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക്, നിങ്ങളുടെ NIOS ID കാർഡ്, നിങ്ങളുടെ വാലിഡ് ID പ്രൂഫ്. ഓക്കെ, ഈ രണ്ട് ID NIOSന്റെ ID കാർഡാണ്. ഇത് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയാണ്. ഒരു ഗവൺമെന്റ് അതോറിറ്റി, ഇന്ത്യൻ ഗവൺമെന്റ് അതോറിറ്റി ആയിട്ടുള്ള ആധാർ കാർഡോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്തോ ആയിക്കോട്ടെ, തിരിച്ചറിയൽ രേഖ നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ്. ഇതിന്റെ കൂടെ പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്യാം, നമ്മുടെ പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിരുന്നു എന്നുള്ളൂ, എങ്ങനെ എടുക്കുക എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. സോ നിങ്ങളുടെ പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റ് കണ്ടോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ ബാഗിലോട്ട് വെച്ചോളൂ. നാളെ തൊട്ട് പരീക്ഷയ്ക്ക് പോവുക. ദെൻ റെക്കോർഡ് ബുക്കുകൾ മാത്രം മാറ്റുക, കുറെ ലാബുള്ളവര് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ തന്നെ വെക്കുക. ഓക്കെ, സോ ഹാൾ ടിക്കറ്റ്, വാലിഡ് ഐഡന്റിറ്റി കാർഡ്, NIOS ഐഡന്റിറ്റി കാർഡ്, റെക്കോർഡ് ബുക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ്. ഇനി എല്ലാ സെന്ററിലും ഇത് ചോദിക്കുമെന്ന് ചോദിച്ചാൽ എല്ലായിടത്തൊന്നും ചോദിക്കൂല. ഏറ്റവും ചില സെന്ററുകളിൽ എന്ത് ചെയ്യും, എല്ലാ ഡോക്യുമെന്റ്സ്, ഈ 4 ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടും. ചില സെന്ററുകളിൽ എന്ത് ചെയ്യും, ഒരു പക്ഷേ ഇത് ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അവർക്ക് അതിന്റെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പറഞ്ഞു കൊടുത്താൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അതിലുണ്ടാവും. സോ അത് ആവശ്യപ്പെടാറില്ല. ചില സെന്ററുകൾ ഒരു ID പ്രൂഫ് ചോദിക്കാറില്ല. എന്നാൽ ചില സെന്ററുകൾ NIOS ID കാർഡും ചോദിക്കാറില്ല, എൻറോൾമെന്റ് നമ്പർ മാത്രം പറഞ്ഞുതരാൻ പറയും. സോ അതെന്തോ ആയിക്കോട്ടെ, അവരെങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടെ, ബട്ട് വി ഷുഡ് കീപ് ഓൾ ദീസ് ഡോക്യുമെന്റ്സ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ രേഖകളും നമ്മുടെ കയ്യിൽ വെക്കണം. കാരണം എന്താ, പരീക്ഷ ഹാളിൽ എത്തിയതിനു ശേഷം അവരുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അതില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പറയുമ്പോൾ 20-30 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ എന്റെ മക്കളല്ലേ, നിങ്ങൾ ഇത് കൊണ്ടുപോവുക. ഓക്കെ, ഇനി ആരെന്ത് ഇപ്പൊ ഇത് പറഞ്ഞാൽ തന്നെ കുട്ടികൾ ചോദിക്കും, സാറേ ഞങ്ങളെ സെന്ററിൽ നിന്ന് അത് മതി എന്ന് പറഞ്ഞു, ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏത് സെന്റർ എന്തും പറഞ്ഞോട്ടെ, നമ്മളിത് കീപ്പ് ചെയ്യുക. അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ ID പ്രൂഫ് ഒക്കെ ചോദിക്കുന്നത്? നമ്മൾ തന്നെ അല്ലേ വിദ്യാർത്ഥി തന്നെയല്ലേ പരീക്ഷ എഴുതുന്നത്, വിലയിരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മുമ്പൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായതിന്റെ പേരിൽ അത് പ്രൂവ് ആക്കാൻ അല്ലെങ്കിൽ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ID പ്രൂഫ് ഒക്കെ ചോദിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യുക. അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് വേണം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിലോട്ട് കയറാൻ. സോ നമ്മൾ എക്സാം ഹാളിലോട്ട് കയറി മക്കളെ. എക്സാം ഹാൾ നമ്മൾ കയറി, അതായത് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന ഹാളിൽ കയറി. അവിടെ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം ഡും 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 സൗണ്ട് കേൾക്കാം. വേറെ എന്ത് സൗണ്ട് അല്ല, നമ്മുടെ ഹൃദയം ഇങ്ങനെ അടിക്കണ സൗണ്ട് ആയിരിക്കും. കാരണം എന്താ, ടെൻഷൻ ഉണ്ടാവും. കാരണം ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പൊ എക്സാം ഹാളിലേക്ക് വരുന്നത്. ആരാണെങ്കിലും, ഇപ്പൊ ഞാനാണെങ്കിലും എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷൻ അടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു പേടിയുണ്ട്, പേടി എന്ന് പറഞ്ഞാൽ വേറെ ആരും ഒന്നും പേടി ഉണ്ടായിട്ടല്ല, നമുക്ക് സ്വയമായിട്ട് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മേഖലയിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറെ കാലത്തിന് ശേഷം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അത് നമ്മുടെ കോൺഫിഡൻസിനെയും കോൺസെൻട്രേഷനെയും ബാധിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ കോക്കോ ഈ 2 കാര്യത്തിന് നമ്മൾ ബാധിക്കാൻ പാടില്ല. അതിനാണ് ഞാൻ പറഞ്ഞ ഡയറക്ഷൻസ്. ഓക്കെ, സോ എക്സാം ഹാളിൽ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ഹാളിൽ കയറുമ്പോൾ ആദ്യം തന്നെ അവർ വന്നിട്ട് നിങ്ങളോട് ഒരു 10 കുട്ടികളോ 15 കുട്ടികളൊക്കെ ഒരു ഡാറ്റ എൻട്രിയുടെ കമ്പ്യൂട്ടറിന്റെ എക്സാമിനേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അവിടെ ഒരു 4-5 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 10-20 കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങളോട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു വർക്ക് തരും. നിങ്ങൾ എഴുതിയ എക്സ്പെരിമെന്റ് ഒരു MS ഓഫീസിൽ അല്ലെങ്കിൽ MS വേർഡിൽ MS എക്സലിൽ ഇത് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി ഷട്ട് ഡൗൺ ചെയ്യൂ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ കോപ്പി ചെയ്യൂ. ഇങ്ങനത്തെ ഒരു ഡാറ്റ എൻട്രിയുടെ ക്വസ്റ്റ്യനോ, അതല്ല നിങ്ങളൊരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ഉള്ള സബ്ജക്ട്സുകൾ +2 10ാം ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജി 10ാം ക്ലാസ് മാത്സ് ഒക്കെ എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് റിലേറ്റഡ്, ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിക്കവാറും സ്കൂളുകളിൽ മിക്ക സ്റ്റഡി സെന്ററുകളിലും ഫുള്ളായിട്ട് എക്സ്പെരിമെന്റ്സ് ഒന്നും ഇരുത്തി ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു PCQ ക്ലാസ് മാത്രമല്ല തരിക, അതിന് പ്രോപ്പർ ഗൈഡൻസ് അവർ തരും, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് അവർ നടത്തും. പക്ഷേ മിക്ക സെന്ററുകളിലും നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ രൂപത്തിലാണ് നടക്കുക. മാത്രമല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ എക്സാമുകൾക്കൊക്കെ വരുന്നത് വൈവ വോയിസ് എന്നുള്ളൊരു സെക്ഷനാണ്. എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. അപ്പൊ അടുത്ത പ്രശ്നം എന്തൊക്കെ ചോദിക്കുക, ആ ചോദിക്കണ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ റെക്കോർഡും കൊണ്ട് ബി കോൺഫിഡന്റ് ആൻഡ് കീപ് യുവർ കോൺസെൻട്രേഷൻ ലെവൽ സ്റ്റേബിൾ. നമ്മൾ നമ്മുടെ കോൺസെൻട്രേഷൻ കറക്റ്റ് ലെവലിൽ തന്നെ സെറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ അവർ ചോദിക്കും, നമ്മുടെ റെക്കോർഡ് ബുക്ക് കാണിക്കും. സോ അത് നോക്കും, അതൊക്കെ നോക്കിയിട്ട് നമ്മളോട് അവിടെ പോയിരുന്നിട്ട് കമ്പ്യൂട്ടർ ആണെങ്കിൽ അത് തരും. അതല്ല നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതല്ലെങ്കിൽ ഇനി മറ്റുള്ള സബ്ജക്ട്സുകൾ ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകളാണെങ്കിൽ ആ ഒരു സെക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഇത് എല്ലാ സെന്ററിലും ഇതുപോലെ നടക്കണമെന്നില്ല. ചില സെന്ററുകൾ റെക്കോർഡ് ബുക്ക് മാത്രം നോക്കിയിട്ട് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് പോരാറുണ്ട്. ചില സെന്ററുകൾ വൈവ മാത്രം നടത്തും. സോ
സ്റ്റഡി സെന്റേഴ്സ് ഇൻ കേരള, ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സ്, ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. ഓരോ സ്റ്റഡി സെന്ററിലും വ്യത്യസ്തമായിട്ടാണ് നടത്തുന്നത്. സോ ഇന്ന് സാറ് പറയുന്ന കാര്യങ്ങൾ അറ്റ് ടോപ്പ് ലെവലാണ്. ഇതിന് താഴെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സാം കോണ്ടക്ട് ചെയ്യാം. എങ്ങനെ നടന്നാലും നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെക്കുക. ഈ എക്സാം സിമ്പിൾ ആയിരിക്കും. ഒരിക്കലും അത് വെച്ചിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട് മാർക്ക് കുറയില്ല. മാർക്ക് കുറയുന്ന കാരണങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. വൈവ എന്നുള്ള സംഭവം ചോദ്യം ചോദിക്കുക. വൈവ ആയിക്കുമ്പോൾ പേടിക്കണം വേണ്ട. നമ്മൾക്ക് കിട്ടിയ എക്സ്പെരിമെന്റ്സ്, നമ്മൾ എഴുതിയ എക്സ്പെരിമെന്റ്സ് എന്നൊക്കെ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കണ പേടിക്കൊന്നും വേണ്ട. എങ്ങനെയാണ് MS വേർഡ് ഓപ്പൺ ആക്കണമെന്ന് കാണിച്ചു തരൂ, അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ ചെയ്തു ഇതെങ്ങനെ ചെയ്തു എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അത് വൈവ എന്നുള്ള സെക്ഷൻ ആണ്. ഓക്കെ, വൈവ വോയിസ്. ഓക്കെ, അപ്പോൾ വൈവ എന്നുള്ള സെക്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഒരു എക്സ്പെരിമെന്റ്. നമ്മളിപ്പോൾ നിങ്ങളുടെ റെക്കോർഡിൽ എഴുതി വെച്ചതൊക്കെ വായിച്ചിക്കണമെന്ന് എനിക്കറിയില്ല. വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തുറന്നു നോക്കുക. എയിം ഉണ്ടാവും, നമുക്കൊരു ഉദ്ദേശം, ഒരു ഒബ്ജക്റ്റീവ്, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഒരു എക്സ്പെരിമെന്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉദ്ദേശം, ആക്ടിവിറ്റി ഉണ്ടാവും. ദെൻ നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽസ്, നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ്, മെറ്റീരിയൽസ് ആണ്, സാമഗ്രികളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്, മെറ്റീരിയൽസ് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള മെറ്റീരിയൽസ് റെക്കോർഡ് എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ടാവും. പ്രൊസീജിയർ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരു MS വേർഡ് തുറക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും. സോ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. സോ ആ പ്രൊസീജിയർ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിന് ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻസർ പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിയുന്ന പോലെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താണോ അറിയണത് അത് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, മാർക്കൊന്നും പോകില്ല, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പ്രൊസീജിയർ. ദെൻ നമുക്ക് ഒബ്സർവേഷൻ. നിങ്ങൾ കണ്ടോ ഒബ്സർവേഷൻ? നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, ഒരു പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റിയത്, അപ്പുറത്ത് അതേ റിസൾട്ട് ആവില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ അതിലൊരു മാറ്റം ഉണ്ടാവും. സോ ഒബ്സർവേഷൻ, നമ്മൾ കണ്ടത് എന്താണെന്നുള്ളത്, ഒബ്സർവ് ചെയ്തത് നമുക്ക് അവിടെ, കാൽക്കുലേറ്റ് ചെയ്തത് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഫൈനലി റിസൾട്ട്, അവസാനം ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് തന്നെ കിട്ടിയോ എന്നുള്ള റിസൾട്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും. ഈ ആക്ടിവിറ്റികളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. നാളെ നടക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചിലപ്പോൾ ഇത് ചോദിക്കാനേ പോകത്തില്ല, അല്ലെങ്കിൽ നമ്മളോട് ഇത് എന്തൊക്കെയാണെന്നൊന്നും ചോദിക്കുന്നുണ്ടാവില്ല. ഒരു കോമൺ ആയിട്ട് നമുക്ക് അത്രയും കമ്പനി ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കാര്യം എക്സാം നടക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ സെന്ററിലും ഒരുപോലെ എല്ലാ എക്സാം നടക്കുക. സോ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. എങ്ങനെ നടന്നാലും നമുക്ക് എക്സാം പാസ് ആവാൻ അത് എളുപ്പമാണ്. ആ ഒരു കോൺസെൻട്രേഷൻ ലെവലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് എന്തറിയാം അത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, അത് മാത്രം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ 10 എക്സ്പെരിമെന്റ് ചെയ്തിരിക്കണമെങ്കിൽ ആ 10 എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു ഐഡിയ, കോമൺ ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, എങ്ങനെയാണ് നമുക്ക് മാർക്ക് കിട്ടാതെ, എങ്ങനെ നമ്മൾ ഈ പരീക്ഷ തോറ്റു പോകാന്ന് കരുതിയാൽ അത് പേടിക്കണം. കാരണം ഇപ്പൊ നമ്മൾ ഇത്രയും സാറ് സിമ്പിളായി പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് തോറ്റുപോയി, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുട്ടികൾ, എന്റെ വിദ്യാർത്ഥി, ഓൾ മൈ സ്റ്റുഡൻസ്, എന്റെ കുട്ടികളാണ്. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, വി ഷുഡ് കീപ്പ് അവർ ഡിസിപ്ലിൻ. നമ്മുടെ ആ ഒരു മര്യാദ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസിപ്ലിൻ, നമ്മുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ട്, നമ്മളൊരു അധ്യാപകനാണ്, അതല്ലെങ്കിൽ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അവിടെ നമ്മളൊരു എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണ്. ഒരു 16 മുതൽ 80 വയസ്സ് വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇതൊക്കെ എൻ്റെ കുട്ടികൾ. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ പേര് വിളിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും മക്കളെ എന്നല്ല വിളിക്കുന്നത്. സോ അത് ഞാനങ്ങോട്ട് അറിഞ്ഞു വിളിക്കുന്ന. അതേപോലെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്യണം. അപ്പോൾ അത് എന്തിനാ സാറ് ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എന്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട കുട്ടികൾക്ക് ഇത് കറക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത് ആവശ്യം നമ്മുടേതാ. നമ്മൾ പാസ്സാവണം, നമുക്ക് തോൽക്കാൻ പറ്റില്ല. ഈ പ്രാക്ടിക്കലിന്റെ മാർക്കൊക്കെ അവിടെ നിന്നാണ് അവർ വിലയിരുത്തുന്നത്. ഓക്കെ, സോ വി ഷുഡ് ഡീൽ വിത്ത് ദ എക്സാമിനർ. നമ്മൾ പരീക്ഷ നടത്തുന്ന ആളോടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ കുറച്ചൊരു ഡീസെന്റ് ആയിട്ട് നമുക്കൊന്നും ഇതായി കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്താ പറയുക, നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലോ, അല്ലെങ്കിൽ നമ്മൾ, ഞാൻ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൈസ അടിച്ചിട്ടൊക്കെ ചെയ്യുന്നത്, അത് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ലെവലിലൊക്കെ ഒരു എക്സാമിന് പോയാൽ, നമ്മൾ വിദ്യാർത്ഥികളാണ്. കാരണം ആ ഒരു എക്സാം നടത്തുന്ന ആളുകൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല നമുക്കും ചിലപ്പോൾ ടെൻഷൻ അടിക്കുന്ന രീതിയിലൊക്കെ ഓരോരോ ബിഹേവിയറിംഗ് ഒക്കെ കാണാൻ സാധിക്കും. ചില ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാറില്ല, അവർ ഭയങ്കര ഹാർഡായിരുന്നു. അങ്ങനെ പല ഓഫീസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും ഇത് മാനേജ് ചെയ്യുക. അവരെങ്ങനെ വേണമെങ്കിൽ ബിഹേവ് ചെയ്തോട്ടെ. ബട്ട് ബി ആർ സ്റ്റുഡൻസ്, നമ്മൾ വിദ്യാർത്ഥികളാണ്, നമ്മൾ നമ്മുടെ ലെവലിൽ നിൽക്കുക. ഓക്കെ, സോ ഇത് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് പോകണമെന്നാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ റിസ്ക് ഇല്ലാത്തത്. പക്ഷെ ഇത് കേൾക്കാത്ത ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളെല്ലാവരും പ്രായം കുറഞ്ഞ ആളുകളൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷനാകും, പ്രഷറാകും. അങ്ങനെ പക്ഷെ അത് എന്ത് വന്നാലും അവർക്കാർക്കും നഷ്ടമില്ല. എൻറ്റയർലി ലോസ് ഫോർ അസ് നമുക്ക് മാത്രമാണ് ലോസ് വരുന്നത്. സോ ആ എക്സാം കഴിഞ്ഞ് തീർന്ന് മാർക്ക് ഫുള്ള് വരുന്നത് വരെ നമ്മൾ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു ഡിസിപ്ലിൻ, നമ്മുടെ ആ ഒബീഡിയൻസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യുക. ഓക്കെ, സോ അത് ഒരിക്കലും മക്കളെ വിട്ടുപോകരുത്. നമ്മൾ വിദ്യാർത്ഥികളാണ്. എൻ്റെ മുമ്പിൽ നിങ്ങൾ എത്രത്തോളം വിദ്യാർത്ഥികളായിട്ടും അതിൽ നിൽക്കുന്ന എത്ര ഏജുള്ള ആളുകളുണ്ട്, എൻ്റെ എല്ലാവരുടെ ജീവിത അനുഭവങ്ങളും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവും ഈ വീഡിയോ കാണുന്നത്. സോ നിങ്ങൾ എത്രത്തോളം എക്സ്പെക്ട് ചെയ്തിട്ടാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ ഒരാളുടെ മുമ്പ് പോയി നിൽക്കുമ്പോഴും അവർക്ക് ആ ഒരു പ്ലേസ് കൊടുക്കുക. അത് നമ്മുടെ മാർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്വാൻറ്റേജസ് ആണ്. ഇത് ഞാൻ പറഞ്ഞ ഒരുപാട് കുട്ടികൾക്ക് മാർക്കുകൾ പോകുന്നതിന് കാരണം ഒരുപക്ഷെ നമ്മുടെ ആ ഒരു
ഒരു ആക്ടിവിറ്റീസ്, അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ കളയരുത്. വി ഷുഡ് സ്റ്റേബിൾ, വി ഷുഡ് കോൺസെൻട്രേറ്റ്, വി ഷുഡ് മെയിൻറ്റെയിൻ അവർ കോൺഫിഡൻസ് ലെവൽ അറ്റ് ദ സെയിം സ്റ്റേബിൾ സ്റ്റേജ്. ഓക്കെ, സോ ആ ഒരു കാര്യം മക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ത് നടന്നാലും നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മളൊരു ഒബീഡിയൻറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കാം. എന്താ ഈ പ്രാക്ടിക്കൽ എക്സാം? ചില ആൾക്കാർ ചോദിക്കും എഴുതിയിട്ടില്ലേ കുഴപ്പമുണ്ടോ? ചില ആൾക്കാർ ചോദിക്കും ഇതിപ്പോൾ എഴുതിയാൽ നമുക്ക് തിയറി പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അപ്പൊ മക്കളെ 10ാം ക്ലാസ് +2 രണ്ടിലാണല്ലോ നമ്മൾ പ്രാക്ടിക്കൽ എഴുതുന്നത്. 10ാം ക്ലാസ്സിൽ പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന കുട്ടികളുടെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും രണ്ടും ഒരൊറ്റ എക്സാമിന്റെ മാർക്കായിട്ടാണ് കണക്ട് ചെയ്യുക. അതായത് ഒരു പക്ഷേ ഈ പ്രാക്ടിക്കലിന് നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ പ്രാക്ടിക്കലിന് നമ്മൾ തോറ്റുപോയാലോ ഈ തിയറിയും നമ്മൾ തോൽക്കും. തിയറി മാത്രം കൂടുതൽ മാർക്ക് കിട്ടിയോണ്ട് ജയിക്കില്ല. എന്നാൽ +2 വരുമ്പോൾ അങ്ങനെയല്ല. തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും രണ്ടും വെവ്വേറെയാണ് അവർ മാർക്ക് കൺസിഡർ ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തോറ്റുപോയാലോ തിയറി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് മാർക്ക് കിട്ടിയാൽ ആ പറഞ്ഞ 80ൽ 26 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തിയറി എക്സാം പാസ്സാണെങ്കിൽ SYCP എന്നാണ് വരിക. തിയറി പാസ്സാണെങ്കിൽ SYCP എന്ന റിസൾട്ട് വരിക. പ്രാക്ടിക്കൽ മാത്രം തോറ്റു, അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ പിന്നെ തിയറി എഴുതേണ്ട ആവശ്യമില്ല, പ്രാക്ടിക്കൽ മാത്രം എഴുതിയാൽ മതി. ഇനി പ്രാക്ടിക്കൽ മാത്രം എഴുതി തിയറി എഴുതിയില്ല എന്നാണെങ്കിൽ പ്രാക്ടിക്കൽ മാത്രം ജയിക്കും, തിയറി തോൽക്കും. സോ SYCT തിയറി തോറ്റു എന്നുള്ള ആ ഒരു റിസൾട്ടാണ് നമുക്ക് വരിക. സോ +2 ആണെങ്കിൽ നമുക്ക് രണ്ടും വെവ്വേറെയാണ്. ഒന്നിൽ എഴുതിയിട്ട് തോറ്റുപോയാൽ അത് മാത്രമേ തോൽക്കത്തുള്ളൂ, രണ്ടും തോൽക്കത്തില്ല. പക്ഷെ 10ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാം എഴുതിയില്ലെങ്കിൽ മറ്റതും തോൽക്കും. പ്രാക്ടിക്കൽ തിയറി ഇന്റർ കണക്റ്റഡ് ആണ്. സോ ഈ പ്രാക്ടിക്കൽ എക്സാമിന് വേറൊരു കാര്യം നോക്കുക. ഇംഗ്ലീഷ് മലയാളമൊക്കെ പോലുള്ള സബ്ജക്ട്സ് 100 മാർക്കും നമുക്ക് തിയറി മാത്രമേ വരിക. പക്ഷേ പ്രാക്ടിക്കൽ സബ്ജക്ട്സിൽ കൂടുതൽ മാർക്കുകൾ പ്രാക്ടിക്കൽ ലാബിന് വരും. അതുകൊണ്ട് തന്നെ നാളെ തൊട്ട് നമുക്ക് നടക്കുന്ന എക്സാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാണ്ട് വെച്ചിട്ട് വേണം നാളത്തെ എക്സാം. അപ്പൊ മക്കളെ നാളെ പോയി പൊളിക്കും. എല്ലാവരും പാസ്സായി, ഇനി തോൽക്കൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, എല്ലാം സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.